ചേച്ചി എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? കാര്യമുണ്ട്. നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ ശിവദാസിനെ കൊല്ലാൻ പോകുന്ന കാര്യം? അപ്പൊ നീ പറഞ്ഞു മണിമാല കയ്യിൽ കിട്ടാൻ ശിവദാസൻ ജീവിച്ചിരിക്കണമെന്ന്. അന്ന് കൊല്ലാൻ കഴിഞ്ഞില്ല. പത്രക്കാരൊക്കെ കൂടി ആകെ ബഹളമായിപ്പോയി. അതീവ രഹസ്യത്തിൽ ഞാൻ പ്ലാൻ ചെയ്ത ആ കാര്യം എങ്ങനെ പുറത്തറിഞ്ഞു? പത്രക്കാരോട് ആരാ ഈ വിവരം പറഞ്ഞത്? ഓ, ചേച്ചി പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടും ചേച്ചി കേൾക്കാത്തോണ്ട് ഞാൻ ചേച്ചിയെ ഒറ്റിയെന്നല്ലേ? സത്യമായിട്ടും എനിക്ക് അതിലൊരറിവില്ല ചേച്ചി. ചേച്ചി തീരുമാനിച്ചെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആ മാറ്റർ വിട്ട. ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാം. ആ പിന്നെ ഞാൻ ഒന്നും കൂടി ആ കാര്യം ആവർത്തിക്കാം. അറിഞ്ഞിടത്തോളം ഇന്ന് ശിവദാസനെ കോടതി ഹാജരാക്കും. ജാമ്യം കിട്ടില്ലെന്നാ അറിഞ്ഞത്. അങ്ങനെ അങ്ങേരകത്ത് പോയി കിടന്ന പിന്നെ അയാളെ കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി അയാളെ ജാമ്യത്തിൽ പുറത്തിറക്കിയ കോടതി വളപ്പിന്ന് തന്നെ നമുക്ക് അയാളെ പൊക്കാം. മണിമാല എവിടെ ഉണ്ടെന്ന് പറയിപ്പിക്കുകയും ചെയ്യാം. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി. അതല്ലേ നല്ലത്? ഞാൻ എപ്പോഴും ആലോചിച്ചേ തീരുമാനം എടുക്കാറുള്ളൂ. അങ്ങനെ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ശിവദാസനെ കൊല്ലണമെന്ന്. ഞാൻ എന്തിനാ അങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്ന് നീ അറിയുന്ന നിമിഷം നീയും പറയും അവൻ മരിക്കേണ്ടവനാണെന്ന്. നിനക്കറിയാത്ത ചില സത്യങ്ങളുണ്ട് നരേന്ദ്ര. നിന്റെ അച്ഛനെ ഉപദ്രവിക്കാനും അവസാനം കൊല്ലാൻ വരെ അവരോടൊപ്പം ഈ ശിവദാസനും ഉണ്ടായിരുന്നു. ശരിക്കും ശിവദാസൻ മരിക്കേണ്ടത് നിന്റെ കൈകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ഇനി അവശേഷിക്കുന്നത് ശിവദാസൻ മാത്രം. ഇന്നവൻ പുറത്തിറങ്ങിയില്ല, അകത്തു തന്നെയാണെങ്കിൽ ജയിലിലിട്ട് അവനെ തീർക്കണം നമുക്ക്. അതിന് നിന്റെ സഹായം ചോദിക്കാനാ ഞാനിപ്പോ വന്നത്. ആ കിഴവനെ കൊന്ന് നിന്റെ കയ്യിൽ രക്തക്കറയാക്കണ്ട. അതിനെനിക്ക് എന്റേതായ ആൾക്കാരുണ്ട്. അവര് നല്ല വെടിപ്പായിട്ട് ചെയ്തോളും. നീ കൂടെ നിന്നാ മാത്രം മതി. ആ നീ ചിന്തിച്ച് ഒരു തീരുമാനമെടുത്തോ. എന്നിട്ട് എന്നെ വിളിക്കും. നിന്റെ അച്ഛനെ കൊന്ന ആ ശിവദാസൻ ജീവിക്കണോ അതോ മരിക്കണോ എന്ന് നീ തന്നെ തീരുമാനിച്ചു. ആ നിന്റെ ഒറ്റ ഫോൺ കോൾ മതി. ആ നിമിഷം നിനക്ക് വേണ്ടി ആ കൊലപാതകം ഞാൻ ആസൂത്രണം ചെയ്യും. വേണമെങ്കിൽ നിയമം നടപ്പാക്കുന്ന ജഡ്ജിയും ആരാച്ചാരും ഈ രമാദേവി ആയിക്കൊള്ളാം. നിനക്ക് വേണ്ടി മാത്രം. എന്തായി? എല്ലാം കുഞ്ഞോട് പറഞ്ഞതുപോലെ. വക്കീലതെ ഇപ്പൊ വക്കാലത്തൊഴിഞ്ഞു. കോടതിയിൽ ആര് ശിവദാസിന് വേണ്ടി വാദിക്കുമെന്ന് അറിയണമല്ലോ. ശിവദാസന്റെ വക്കാലത്തൊഴിഞ്ഞതിന്റെ പേരിൽ ആ വക്കീലിന് എത്ര രൂപ വേണമെന്ന് ചോദിക്കാൻ. അയാൾ എത്രയാണോ പറയുന്നത് അതിന്റെ ഡബിൾ കൊടുക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ ഫീസ് എന്തെങ്കിലും കൊടുത്താൽ മതി.
ആള് വെറും പാവോ. ആ ഭദ്രേട്ടൻ അയാൾക്കൊന്ന് ഫോൺ കൊടുത്തേ. വക്കീലെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്റെ പെങ്ങള് അവൾക്ക് വക്കീലിനെടുത്തോ പറയണമെന്ന്. വക്കീലെ, ഹലോ. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് മൈ സിറ്റുവേഷൻ. കട്ടായി. രമാദേവിക്കും ശിവദാസനും ഇടയിൽ എന്താ പ്രശ്നം? അന്ന് അമ്പലത്തിൽ വെച്ച് രമാദേവി എന്റെ അച്ഛനെ കണ്ടപ്പോ പേടിച്ചു നിന്നു. അച്ഛൻ എന്തൊക്കെയോ വഴക്ക് പറയുന്നതും കേട്ടു. കമാന്നൊരക്ഷരം പോലും രമാദേവി മറുത്ത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അച്ഛൻ രമാദേവിയെ കൊല്ലാനും ശ്രമിച്ചു. ഞാൻ പോലീസിനെ വിളിച്ചതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായത്. ഇവര് തമ്മിൽ എന്താ പരിചയം? ഇവരുടെ ശത്രുതയ്ക്ക് എന്താ കാരണം? അതൊന്ന് അന്വേഷിച്ചറിയണമല്ലോ.